ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പി എനിക്കിഷ്ടം. ഹലോ ഫ്രണ്ട്സ്, ഹായ്, നമസ്തേ. ലൈഫ് ഓഫ് ഹേമയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പത്തിരിയപ്പം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? പാലപ്പം, വെള്ളയപ്പം തുടങ്ങിയ ഒത്തിരി അപ്പങ്ങളുണ്ട് വെറൈറ്റി ആയിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയുടെ ടേസ്റ്റും പാലപ്പം പോലെ സുഗമമായി ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ പത്തിരിയപ്പം റെഡി. കണ്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിപ്പൊടിയും തേങ്ങയും അല്പം ചോറും ചേർത്ത് ഒരു നുള്ളി ഈസ്റ്റിട്ട് ഉച്ചയ്ക്ക് കുതിർത്ത് വയ്ക്കാം. എന്നിട്ട് രാത്രി ആകുമ്പോൾ അരച്ച് അപ്പം ഉണ്ടാക്കാം. കണ്ടോ? പത്തിരിയുടെ സ്വാദ് തന്നെയാണ്. കണ്ടോ? ഇതാ നോക്കൂ, അപ്പത്തിൻ്റെ ഭംഗിയുണ്ടോ? നല്ല ഭംഗിയായിട്ട് കുഴക്കണ്ട. പത്തിരി പോലെ കുഴക്കണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, ഒന്നും വേണ്ട. ഇത് ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇതാ ചിക്കൻ കുറുമ, അതേ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. നല്ല ചിക്കൻ കുറുമയും ചേർത്ത് ഇന്നത്തെ ഡിന്നർ റെഡിയാക്കാൻ പോവാണേ. നിങ്ങൾക്കും തരട്ടെ? ട്രൈ ചെയ്യില്ലേ? എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യില്ല തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് 2 ദിവസം പനിയായിരുന്നു, പുതിയ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. പനിയൊക്കെ മാറി, ഇപ്പോൾ ക്ലാസ്സൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഉണ്ടാക്കുന്ന പത്തിരിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകം പറയുന്നു കേട്ടോ. ഇതാ പത്തിരിയപ്പം.